ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് പി എസ് സി. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ക്ലബ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇത് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന മാറ്റേഴ്സ് മിക്കവരും കുറച്ചു നേരം മുമ്പ് 1 മണിക്കൂർ മുമ്പ് നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതായിരിക്കും. എന്നാലും അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്നുകൂടി ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കേന്ദ്രീയ വിദ്യാലയ സംഘടന, നവോദയ വിദ്യാലയ സമിതി എന്നിവരുടെ റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട്. ഓക്കെ, അതിൽ KVS-ന്റെ റിസൾട്ട് ആണ്. ടയർ 1-ന്റെ റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഉണ്ട്. അപ്പം പരീക്ഷ എഴുതിയ എല്ലാവരും, നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ, ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് ഈ റിസൾട്ട് നോക്കുക. നോക്കിയതിന് ശേഷം നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ, ടയർ 1 നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ EMRS ചെയ്തതുപോലെ തന്നെ നിങ്ങൾ പേഴ്സണലായിട്ട് എല്ലാവരും നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, കാരണം ടയർ 2-ന്റെ ക്ലാസ്സുകൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, ഇനി ആ റിസൾട്ട് എങ്ങനെ നോക്കാം എന്നുള്ളതൊന്ന് നോക്കാം. അതായത് നിങ്ങൾ KVS എന്ന് പറയുന്ന സൈറ്റിൽ കയറിയതിനു ശേഷം താഴെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കിടക്കുന്നുണ്ട് ലിങ്ക് ടു ചെക്ക് ദ ടയർ 1 എക്സാമിനേഷൻ സ്കോർ ആൻഡ് സ്റ്റാറ്റസ് ഓഫ് കാൻഡിഡേറ്റ് സെലക്ടഡ് ഫോർ ദി ടയർ 2 എക്സാം എഗെയിൻസ്റ്റ് അഡ്വർടൈസ്മെന്റ് നമ്പർ 1/2025 ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഈ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ പാസ്വേഡ് സെലക്ട് ചെയ്യുക, ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്യുക. ഓക്കെ, ആഡിയോ ക്യാപ്ചയും ചെയ്യാവുന്നതാണ്. എന്നിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ പാസ്സായിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ റിസൾട്ട് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് അറിയിക്കുക. ഓക്കെ, ഇനി വേറൊരു ഗുണമായിട്ട് വന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് EMRS-ന്റെ എക്സാംസിന്റെ ടയർ 1 റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ രണ്ടിന്റെയും കൂടി ഒരുമിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം ടയർ 2 എക്സാമിനേഷൻ, KVS-ന്റെയും ടയർ 2 എക്സാമിനേഷന്റെ റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട്. റിസൾട്ട് അല്ല, മീൻസ് ഡേറ്റ്. ഓക്കെ, ടയർ 2 എക്സാമിനേഷന്റെ ഡേറ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ റിസൾട്ട് നോക്കുക. അപ്പൊ ഇത് കൂടാതെ തന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത് കൂടാതെ KVS, NVS, EMRS കൂടാതെ തന്നെ മറ്റ് എയ്ഡഡ് അൺഎയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളിലേക്കുള്ള സെൻട്രൽ ഗവൺമെന്റിലേക്കുള്ള ടീച്ചർ വേക്കൻസി നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറുടെ നോട്ടിഫിക്കേഷനും ഒക്കെ ഒരുപാടെണ്ണം നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം. അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ നോക്കിയതിന് ശേഷം അവരവരുടെ റിസൾട്ട് ചെക്ക് ചെയ്തതിനു ശേഷം ദയവായിട്ട് എന്ത് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. നമുക്ക് സെക്കൻഡറിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാത്തിനും തരേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ KVS, NVS, EMRS ഇതിന്റെയൊക്കെ ലോങ് ടേം ബാച്ചുകളും ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, ലോങ് ടേം ആയിട്ട് അതായത് അടുത്ത 2026 ലാസ്റ്റ് വിളിക്കാൻ പോകുന്ന EMRS എക്സാംസിന്റെയും 2027 മിഡിലോട് കൂടി വിളിക്കാൻ പോകുന്ന KVS, NVS എക്സാമിന്റെയും ക്ലാസ്സുകൾ, റെഗുലർ ക്ലാസ്സുകൾ, മീൻസ് ലോങ് ടേം ബാച്ചുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ LP, UPയുടെ ലോങ് ടേം ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ലോങ് ടേം ബാച്ചുകളിലൊക്കെ ചേരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിന്റെ ബാക്കിൽ നിന്ന് വരാൻ പോകുന്ന 2 പ്രധാനപ്പെട്ട എക്സാംസുകളുണ്ട്. അതായത് EMRS-നെ പോലെയും KVS-നെ പോലെയും ഈ 2025-26 വർഷങ്ങളിൽ നടത്തേണ്ടിയിരുന്ന 2 എക്സാമുകൾ പെൻഡിംഗ് ആണ്. ഒന്ന് AEES, അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്കൂൾ എന്ന് പറയുന്ന അതിലേക്ക് നടത്തുന്ന എക്സാംസ് വിളിച്ചിട്ടില്ല, നോട്ടിഫിക്കേഷൻ ഉടനെ വരും. അതുപോലെ തന്നെ നമ്മുടെ SSA എന്ന് പറയുന്ന സർവശിക്ഷ അഭിയാന്, സമഗ്ര ശിക്ഷ അഭിയാന്, ഇത് രണ്ടിന്റെയും പോസ്റ്റുകളൊന്നും വിളിച്ചിട്ടില്ല. അപ്പൊ അതും ഉടൻ തന്നെ വിളിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഈ 2 എക്സാമുകൾക്കും പഠിക്കുകയും ചെയ്യാം. നമുക്ക് ലോങ് ടേം ബാച്ചിലേക്ക് അത് കൂടുതൽ പ്രിപ്പറേഷൻ ചെയ്യുകയും ചെയ്യാം. കാരണം ഇപ്പോഴും KVS, NVS, EMRS എക്സാംസിന് വേണ്ടി പഠിച്ചിട്ടുള്ളവർക്ക് അതിൽ വളരെ സിമ്പിൾ ആയിരിക്കും. AES വിളിക്കുമ്പോഴത്തേക്കും, സമഗ്ര ശിക്ഷയും സർവശിക്ഷയും വിളിക്കുമ്പോഴത്തേക്കും ആ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊന്ന് ഇപ്പൊ പഠിച്ചവർക്ക്, നന്നായിട്ട് പഠിച്ചവർക്ക് അതൊന്ന് റിപ്പീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവര് വീഡിയോയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കുറച്ച്
ഹെൽത്ത് പരമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരുന്നു കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ മുൻകൂട്ടി വരാതിരുന്നത്. അതിന്റെ എല്ലാ അപ്ഡേറ്റ്സുകളുമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ടീച്ചിങ് വേക്കൻസികൾ TGT PGT അതുപോലെ തന്നെ നോൺ ടീച്ചിങ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഗവൺമെന്റ് സെക്ടറുകളിലേക്കുള്ള ഒരുപാട് വേക്കൻസീസുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതുകൂടാതെ തന്നെ നമ്മുടെ PSCയുടെ ഒക്കെ ഏജ് എന്ത് ചെയ്തിട്ട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഉടനെ തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ എക്സാംസ് വിളിച്ചിരുന്ന എക്സാംസ്, പക്ഷെ അതിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് വന്നിട്ടുണ്ട്. മുൻപേ ഞാൻ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നതാണ്. ചില നോട്ടിഫിക്കേഷനുകളൊക്കെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിന്റെ അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. അപ്പം ഒന്നും കൂടി പറയുന്നു, എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ റിസൾട്ട് നോക്കിയിട്ട് അത് ദയവായിട്ട് വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് തരിക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നോക്കിയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടി പറയേണ്ടത്, മുന്നേ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്, ഈ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കുന്ന കാര്യം. EMRS-നായാലും KBS NBS-നായാലും അതിന്റെ കട്ട് ഓഫ് ഡേറ്റിന് മുമ്പുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കണമായിരുന്നു. അതായത് OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS SC/ST പ്രശ്നമില്ല, EWS. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയിട്ടില്ലാത്തവര് അത് വാങ്ങിയിട്ട് ആ കട്ട് ഓഫ് ഡേറ്റിന് മുമ്പ് വാങ്ങിയിട്ടില്ലാത്തവര് എന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ട് ഓഫ് ഡേറ്റിന് മുമ്പ് വാങ്ങി അത് ഡൗൺലോഡ് എടുത്തിട്ടില്ലാത്തവരൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. അപ്പൊ ഇത്രയുള്ള കാര്യങ്ങള്. അപ്പൊ എല്ലാവരും റിസൾട്ട് നോക്കുക. റിസൾട്ട് കിട്ടി പാസ്സായിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് പേര് അറിയിച്ചിട്ടുണ്ട് കിട്ടിയ കാര്യം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടിയ എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. കിട്ടാത്തവർ 1-2 മാർക്കിനൊക്കെ പോയിട്ടുള്ളവർ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് അടുത്ത എക്സാം ഉറപ്പായിട്ട് പിടിച്ചിരിക്കും, അത് യാതൊരു സംശയമില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഭീകരമായിട്ട് തന്നെ പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.